blessing today. ഞാൻ ഡെയിലി കാണാറുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇത് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്. ബ്രദർ ഡാമിൻ്റെ മെസ്സേജ് നല്ല അനുഗ്രഹമുള്ള ഒരു മെസ്സേജാണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് USA നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കോർട്ട് കേസിൽ തന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോർട്ട് കേസിൽ വളരെ ഫേവറബിളായ ഒരു വിധി ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിൽ നിന്നും തനിക്ക് വേണ്ട അനുകൂലമായ വിധി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ആരോഗ്യമുള്ളൊരു പൈതലിനെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രഗ്നൻസി പീരീഡിൽ തൻ്റെ വൈഫിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വളരെ ശക്തമായി വളരുവാൻ കർത്താവ് കുടുംബത്തിലെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോഴഞ്ചേരിയിൽ നിന്നുള്ള മേരി വർഗീസ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി തന്നോട് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എന്നാൽ കർത്താവെ, ആത്മീയമായ സകല അനുഗ്രഹങ്ങളാലും തുടർന്നും നിൻ്റെ മകളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും തന്നെയും കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 27 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലക്കാട്. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 28 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ എക്സാമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല വിദ്യാർത്ഥികളും പല എക്സാം ആയിരിക്കും എഴുതുന്നത്. എന്നാൽ ഏത് എക്സാം ആയിരുന്നാലും കർത്താവെ, അങ്ങ് എളുപ്പമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്ത് ഉത്തരങ്ങൾ ഓർത്ത് എഴുതുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. താങ്ക് യു ഫാദർ. അങ്ങയുടെ കരം കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി. നല്ല മാർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ആ കുട്ടികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്, റൈറ്റ് യുവർ എക്സാംസ് വെൽ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഈ സിസ്റ്ററിൻ്റെ പേര് രാധ എന്നാണ്. 2 വർഷമായി തനിക്ക് 2 രീതിയിലുള്ള അലർജികളുണ്ടായിരുന്നു. ഒന്ന് തൻ്റെ സ്കിൻ പ്രോബ്ലം ആയിരുന്നു, സ്കിൻ അലർജി ആയിരുന്നു. 2 ഡസ്റ്റ് അലർജി, പൊടിയുടെ പ്രശ്നവും ഉണ്ടായിരുന്നു. സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ താൻ സോപ്പ് ഉപയോഗിച്ചുള്ള എന്തും താൻ ഉപയോഗിച്ചാൽ തൻ്റെ സ്കിൻ മുഴുവൻ ചൊറിഞ്ഞ്
തൊലി പോകുമായിരുന്നു. ഓക്കെ. അതുകൊണ്ട് വീട്ടിൽ പാത്രം കഴുകുവാനോ സോപ്പ് ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയും തനിക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് സോപ്പിൻ്റെ അലർജിയാണ്, അതുകൊണ്ട് കുറച്ച് ഓയിൻമെൻ്റ് ഒക്കെ കൊടുത്തു, മരുന്നുകൾ കൊടുത്തു. പക്ഷേ ഈ മരുന്നുകൾ പറ്റിയിട്ടൊന്നും അതിനൊരു മാറ്റം ഉണ്ടായില്ല. ഓക്കെ. ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 6 മാസം മുൻപ് 2014 താൻ മാസം വ്യക്തമായി ഓർക്കുന്നില്ല, പക്ഷേ ഏകദേശം 6 മാസം മുൻപ് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ TV സ്ക്രീനിൻ്റെ നേരെ കൈകൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആ സമയം താൻ വിശ്വാസത്തോടു കൂടി തൻ്റെ സ്കിൻ അലർജി മാറുവാൻ വേണ്ടി താൻ കൈകൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ക്രമേണ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒന്നും കാണാതെ ഇരുന്ന, മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഒന്നും മാറാതിരുന്ന ആ സ്കിൻ അലർജി പൂർണ്ണമായി മാറി. ഇപ്പോൾ 6 മാസമായിട്ട് ഒരു കുഴപ്പവുമില്ല. സ്കിൻ പോയ ഭാഗത്ത് എല്ലാം തൊലി വന്നു. എവിടെയൊക്കെയാണ് ഇത് പ്രശ്നം ഉണ്ടായിരുന്നത്? ഇവിടെ എല്ലാം കയ്യിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വിരലിന്റെ മേലെ എല്ലാം ചൊറിഞ്ഞ് പൊട്ടിയിട്ട് കറുത്ത കളറായിരുന്നു. ഈ ഫിംഗേഴ്സിലെല്ലാം കറുത്ത നിറമായി മാറിയതാണ്. എത്ര നാളുണ്ടായിരുന്നു? 2 വർഷമായി. 2 വർഷത്തോളം ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മത്സ്യം തൊടുമ്പോഴും പിന്നെ മത്സ്യം തൊടുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി അതുപോലുള്ള ഒരു വീട്ടമ്മ സാധാരണ കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്കിന്നെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് കൈ ഇങ്ങനെ വിരല് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാണിക്കാൻ എത്ര മടിയായിരുന്നു. വിരല് മറ്റുള്ളവരെ കാണിക്കാൻ പോലും മടിയായിരുന്നു. ചിലവരൊക്കെ ചോദിക്കും എന്താ വിരലിന്റെ മുകളിൽ ഇത്ര കറുപ്പ് കളറെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കൊരു നാണക്കേട്, ഇങ്ങനെ കൈ ആൾക്കാരുടെ മുന്നിൽ കൈ കാണിക്കാൻ പോലും മടിയായിരുന്നു. ജോലി ചെയ്യുമ്പോഴൊക്കെ ജോലി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും പിന്നെ മുഴുവൻ സ്കിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള മാറ്റം കൂടി ഒന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം ബ്രദർ ഡാമിയൻ പറഞ്ഞു, എന്തൊരു അസുഖമായാലും അലർജി പ്രോബ്ലം ഉള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അലർജി പ്രോബ്ലം, സോപ്പിൻ്റെ ഫെനയിൽ ഇതെല്ലാത്തിൻ്റെ അലർജി പ്രോബ്ലം ഉള്ളവർ ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് ക്രമേണ കുറഞ്ഞു ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചു കേട്ടായിരുന്നോ? ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് രോഗം മാറിയിരിക്കും. എന്നാൽ ചില രോഗങ്ങൾ ഗ്രാജുവലായിരിക്കും. യേശുവിൻ്റെ കാലത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ചില കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകുന്ന വഴിയിൽ അവർക്ക് സൗഖ്യം കിട്ടി. കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകുന്ന വഴിയിൽ ചിലർക്ക് സൗഖ്യം കിട്ടി. ചിലർ നോക്കി നിൽക്കുമ്പോൾ തന്നെ വിടുതലുണ്ടായി. രണ്ടും ദൈവിക രോഗസൗഖ്യമാണ്. ഇതാണ് സ്കിൻ അലർജിയുടെ കഥ. ഇനി ഒരു കഥ കൂടെ ഉണ്ട്. തനിക്ക് ശ്വാസമുട്ടൽ, ശക്തിയായ ശ്വാസമുട്ടൽ, കഴിഞ്ഞ ഡസ്റ്റ് അലർജി മൂലമുള്ള ശ്വാസമുട്ടൽ. അതെ, താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പെയിൻറ്റിൻ്റെ മണം, അതുപോലെ പൊടി, ഇവിടെ കുറേയധികം പൊടി അടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് പൊടി അടിക്കുമ്പോൾ തനിക്ക് ഇതുപോലെ ശ്വാസമുട്ടലുണ്ടാകും, പെയിൻറ്റിൻ്റെ മണം, അതുപോലെ എന്ത് ബാഡ് സ്മെൽ എന്ത് വന്നാലും തനിക്ക് പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടാകും. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ വലിക്കുവാനുള്ള മരുന്നുകൾ കൊടുത്തു, കുറേയധികം മെഡിസിൻസ് ഒക്കെ കൊടുത്തു. ഇതെല്ലാം ഉപയോഗിച്ചിട്ടും ഇതിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, 1 വർഷം മുൻപ് ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ശ്വാസമുട്ട് അനുഭവിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ഒരു നിമിഷം താൻ വിശ്വസിച്ചു ഇത് തനിക്ക് വേണ്ടിയാണ് ഇത് പ്രാർത്ഥിക്കുന്നതെന്ന്. സഹോദരി പറയുന്നു, അന്നും ഇതുപോലെ താൻ ചേർന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസമൊന്നും അത്ഭുതം കണ്ടില്ല. ക്രമേണ ഈ ശ്വാസമുട്ടൽ മാറിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കഴിഞ്ഞ തണുപ്പിൻ്റെ സീസണിൽ ഒന്നും തനിക്ക് ശ്വാസമുട്ടൽ വന്നില്ല. തണുപ്പിൻ്റെ സീസണിൽ ഇതുപോലെ ഉണ്ടാകുമായിരുന്നു. ഓക്കെ. അതുപോലെ തൻ്റെ വീട് പെയിൻ്റ് അടിച്ചു. കഴിഞ്ഞ നാളുകളിൽ പെയിൻ്റ് അടിച്ചു. അന്ന് വീട്ടിലെ എല്ലാ പണികളും താൻ ചെയ്തു, ഓരോ കാര്യങ്ങൾ മാറ്റിവെച്ചതൊക്കെ ചെയ്തു. അന്ന് പൊടിയടിച്ചു, പെയിൻറ്റിൻ്റെ മണം വന്നു, തണുപ്പ് വന്നു, ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ ഒരു മരുന്നും താൻ ഉപയോഗിക്കുന്നില്ല. യേശു തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കിയെന്ന് താൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൈകളുള്ളവരൊക്കെ കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. Father, we commit ourselves
into your hands right now. പിതാവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. Speak to us, Lord. ഞങ്ങളോട് സംസാരിക്കണമേ. Change our lives. ഞങ്ങളുടെ ജീവിതത്തെ In മാറ്റണം. Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Please be seated. ദയവായി അതത് സ്ഥലങ്ങളിൽ ഇരിക്കാമോ? I'm going to speak about the good gifts that the Lord is showering on us always. നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നിട്ടുള്ള നല്ല ദാനങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് Of സംസാരിക്കുന്നത്. course, God gives us all kinds of gifts like dress, food, water, accommodation facility, and all the facilities that we enjoy in our lives. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വസ്ത്രം, ആഹാരം തുടങ്ങിയുള്ള സകലവിധമായ വെള്ളം തുടങ്ങിയ എല്ലാ നന്മകളും അതത് സമയങ്ങളിൽ ദൈവം ദാനമായി നമുക്ക് നൽകിയിട്ടുണ്ട്. But at the same time, there are some important, very, very important gifts that we receive from God. അപ്പോൾ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ചില ദാനങ്ങൾ കൂടെ നാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. Most of the times we major the minor and minor the major. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാധാന്യത കുറഞ്ഞ കാര്യത്തിന് നാം പ്രാധാന്യം കൊടുക്കുകയും പ്രാധാന്യത കൂടിയതിന് പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യുകയാണ്. Sometimes we bother about dress, food, and such things. We give a lot of importance to them, and the most important things we do not mind. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത, ദൈവത്തിൻ്റെ കണ്ണിൽ പ്രാധാന്യത കുറവുള്ളതായ വസ്ത്രം, ആഹാരം, പാർപ്പിടം തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് നാം ഒത്തിരി പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ പ്രാധാന്യം ഏറ്റവും അധികം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കാതെ പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. When we read Matthew chapter number 6, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നാം വായിച്ചാൽ verses 25 onwards, അതിന്റെ 25 മുതലുള്ള വേദഭാഗങ്ങൾ Jesus is dealing with this topic. ഈ കാര്യങ്ങളെക്കുറിച്ച് യേശു കർത്താവ് അവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് Jesus says, വായിക്കാം. do not worry about your dress. യേശു കർത്താവ് അവിടെ പറയുന്നു, നിങ്ങളുടെ എന്തുടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. Do not worry about what you will drink. എന്താണ് നിങ്ങൾ കുടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾ Do not worry ഭാരപ്പെടരുത്. about what you will eat. നിങ്ങൾ എന്ത് തിന്നും എന്നതിനെ കുറിച്ചും നിങ്ങൾ ഭാരപ്പെടണ്ട. Because the Heavenly Father already knows that. കാരണം സ്വർഗ്ഗത്തിലെ പിതാവ് അത് എല്ലാം നിങ്ങളെ കുറിച്ച് അറിയുന്നുവല്ലോ. Do not worry about that. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ആകുല ചിത്തരാകരുത്. He is the Heavenly Father who cares for all the birds in this world. നോക്കുക, ഈ ലോകത്തിലെ സകല പറവകളെ കുറിച്ചും ദൈവം, സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കരുതലുണ്ട്. But there are some more important needs in your life. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള ചില ആവശ്യങ്ങളുണ്ട്. That also God is giving to us as a gift. ഓർക്കുക, അത് ആ ആവശ്യങ്ങൾ പോലും അതുപോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനങ്ങളായി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. Everybody shout gift. എല്ലാവരും ഒന്ന് കൈയൊന്ന് ഉയർത്തിയിട്ട് ഉറക്കെ പറയാമോ? ദാനങ്ങൾ. ഉറക്കെ പറഞ്ഞേ. ശബ്ദമുയർത്തി പറയൂ. ഉറക്കെ ഒരു പ്രാവശ്യം കൂടെ. ദാനങ്ങൾ. Hallelujah. ഹല്ലേലൂയ. God is giving us everything as a gift from Him. ഓർക്കുക, ദൈവം സകല കാര്യങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നിരിക്കുന്ന ദാനങ്ങളായിട്ടാണ്, സമ്മാനങ്ങളായിട്ടാണ്. Romans chapter number 6. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം Verse number 23. അതിന്റെ 23-ാമത്തെ വചനം. For the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. അവിടെ എഴുതിയിരിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. Two things are mentioned there. രണ്ട് കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. Number one, sin. ഒന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് പാപം. The wages of sin is death. അവിടെ എഴുതിയിരിക്കുന്നു, പാപത്തിനൊരു ശമ്പളമുണ്ട്, ആ ശമ്പളം മരണമാണ്. If you are sinning, നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ one day you will get its salary. ഒരു ദിവസം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനൊക്കെ ഒരു ശമ്പളം കിട്ടുമെന്ന്. And that salary will not be in currency. ആ ശമ്പളം ഒരിക്കലും രൂപയായിട്ടല്ല കിട്ടുന്നത്, but it will be death. പകരം അതൊരു മരണമായിട്ടാണ് കിട്ടുന്നത്. That is the principle or rule of God. അതാണ് ദൈവത്തിന്റെ തത്വം അഥവാ നിയമം എന്നുള്ളത്. But എന്നാൽ, everybody say but. എല്ലാവരും ഉറക്കെ പറയാമോ? എന്നാൽ. ഉറക്കെ പറഞ്ഞേ. But means the direction is changing. ഈ എന്നാൽ അഥവാ പക്ഷേ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ദിശയ്ക്കൊരു മാറ്റമുണ്ടെന്നാണ് അർത്ഥം. The gift of God is
eternal life in Christ Jesus our Lord. അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ കൃപാവരമോ ദാനമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. Meaning, if you keep on sinning, if you keep on living in sin, one day you will receive death as the salary or wages. അതിന്റെ അർത്ഥം ഇതാണ്, നാം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പാപം തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം ഇതിന്റെ ശമ്പളമായ മരണത്തെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. But you have another option. എന്നാൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Say goodbye to sins പാപത്തോട് ഗുഡ് ബൈ വിട പറഞ്ഞിട്ട് and receive Jesus. എന്നിട്ട് യേശുവിനെ തിരിഞ്ഞ് സ്വീകരിക്കുക. If you receive Jesus, നിങ്ങൾ യേശുവിനെ ഇതുപോലെ സ്വീകരിച്ചാൽ He will give you a gift. അവൻ നമുക്കൊരു സമ്മാനം നൽകും. Everybody shout gift. എല്ലാവരും ഉറക്കെ പറയാമോ സമ്മാനം? What is that gift? എന്താണ് ആ ദാനം, ആ സമ്മാനം? That gift is eternal life. അവിടെ എഴുതിയിട്ടുണ്ട് ആ സമ്മാനം എന്നുള്ളത് നിത്യ ജീവനാണ്. Wages of sin is eternal death. ഓർക്കുക, പാപത്തിന്റെ ശമ്പളം എന്നുള്ളത് നിത്യമായ But മരണമായിരിക്കുമ്പോൾ if you receive Christ Jesus as your Lord, the wage or the gift that you are going to get is eternal life. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ യേശു കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം അപ്പോഴും നിങ്ങൾക്കൊരു സമ്മാനം നൽകും. ആ സമ്മാനമാണ് നിത്യജീവൻ. Salvation is a gift from God. ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്, ദാനമാണ് രക്ഷ എന്നുള്ളത്. ഈ വർഷത്തെ ബ്ലെസ്സിങ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിലേക്ക് എല്ലാ കൗമാരപ്രായക്കാരെയും അതുപോലെ യുവജനങ്ങളെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള ടീൻസിലുള്ള യൂത്ത്സിലുള്ള നിങ്ങളുടെ മക്കളെ തീർച്ചയായും ഈ കോൺഫറൻസിലേക്ക് വിടണം. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുവജനങ്ങൾക്ക് വേണ്ടിയും ടീൻസിലുള്ളവർക്ക് വേണ്ടിയും കൊടുക്കുവാൻ ശക്തിയേറിയ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 16 വയസ്സുള്ളപ്പോൾ കൗമാരപ്രായത്തിലിരിക്കുമ്പോഴാണ് യേശുവുമായുള്ളൊരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഓരോ അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടികളെയും യേശു തൊടും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകും, അവരുടെ പഠനത്തിൽ, ഭാവിയിലേക്കുള്ള അവരുടെ കരിയർ, അതുപോലെ അവർ തിരഞ്ഞെടുക്കേണ്ട പാത, അതിനെല്ലാം ഗൈഡൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ചില ക്ലാസ്സുകളും ചില ഗൈഡ് ലൈൻസും എല്ലാം ഈ കോൺഫറൻസിൽ നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തന്നെ പല സെഷനുകൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുക. അതുപോലെ ടീൻസിലും യൂത്ത്സിലുമുള്ള എല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്ലീസ് ഡു കം and get blessed. I believe Jesus will touch you personally and He will change your life and He is going to give you a very, very good future. John chapter 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 and 28. അതിന്റെ 27-28 വചനങ്ങൾ. Jesus is speaking. യേശു കർത്താവ് സംസാരിക്കുകയാണ്. My sheep listen to my voice. I know them and they follow me. I give them eternal life and they shall never perish. No one will snatch them out of my hand. 27 എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യവുമല്ല. So Jesus says, I give them eternal life. അവിടെ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. Hallelujah. ഹല്ലേലൂയ. It is a gift. ഇതൊരു സമ്മാനമാണ്. I am giving them eternal life because they are following me. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിമിത്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നിത്യജീവൻ നൽകുന്നു. You don't need to pay anything. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമ്മാനത്തിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല. I am the giver. ഞാനാണ് നൽകുന്നവൻ. Only thing is that you have to listen to my voice. പകരം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കണം. And you have to follow me. എന്ന് മാത്രമല്ല ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുകയും വേണം. Then in Acts
chapter 4 and verse number 12. ഇനി അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിലേക്ക് വന്നാലും Beautiful verse. വളരെ മനോഹരമായ വചനം. Salvation is found in no one else, for there is no other name under heaven given to mankind by which we must be saved. അവിടെ എഴുതിയിരിക്കുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. This is something very amazing. ഇത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. Eternal life or salvation is not found in a place. നോക്കുക, നിത്യജീവൻ അഥവാ രക്ഷ എന്നുള്ളത് ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന ഒന്നല്ല. Eternal life is not found in a building. നോക്കുക, നിത്യജീവൻ എന്നുള്ളത് ഒരു കെട്ടിടത്തിനകത്ത് കാണപ്പെടുന്നതല്ല. Eternal life is in a name. പകരം നിത്യജീവൻ എന്നുള്ളത് കാണപ്പെടുന്നത് ഒരു നാമത്തിലാണ്, ഒരു പേരിലാണ്. In other words, eternal life is found in a person. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിത്യജീവൻ കാണപ്പെടുന്നത് ഒരേ ഒരു വ്യക്തിയിലാണ്. Everybody say eternal life is found in a person. എല്ലാവരും ഉറക്കെ പറയാമോ, നിത്യജീവൻ ഒരു വ്യക്തിയിലാണ് ഉള്ളത്. എല്ലാവരും പറഞ്ഞ നിത്യജീവൻ ഒരു വ്യക്തിയിലാണുള്ളത്. ഒരു വ്യക്തിയിലാണുള്ളത്. Once again, നിത്യജീവൻ ഒരു വ്യക്തിയിലാണുള്ളത്. And Acts 4:12 says salvation is found in no one else, for there is no other name under heaven given to mankind by which we must be saved. 12-ാമത്തെ വചനത്തിൽ മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. Hallelujah. How many of you are living under this heaven? നിങ്ങൾ എത്ര പേർ ഈ ആകാശത്തിന്റെ കീഴിൽ താമസിക്കുന്നവരുണ്ട്? How many of you are there? If you are living under this heaven, ഈ ആകാശത്തിന്റെ കീഴിൽ നിങ്ങൾ താമസിക്കുന്നുവെങ്കിൽ eternal life or salvation is available only through one person. നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ആകാശത്തിന്റെ കീഴിൽ താമസിക്കുന്ന ഏവർക്കും രക്ഷ ഒരാളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. And who is that person? ആരാണ് ആ വ്യക്തി, രക്ഷ നൽകുന്ന വ്യക്തി? We saw it in John chapter number 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളത് നേരത്തെ വായിച്ചു കേട്ട് കഴിഞ്ഞു. Jesus says, I give them eternal life. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ നൽകുന്നു. One thing we must have assurance in our hearts. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആദ്യം ഈ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സ് കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. ഈ സമയത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഓരോരുത്തരുടെ മേൽ അങ്ങയുടെ കരം വെച്ച് അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഒരു വലിയ ദൈവികമായ ആശ്വാസം ഹൃദയങ്ങളിലേക്ക് വരുന്ന ഞാൻ കാണുന്നു. ഒരുപക്ഷെ പലവിധ പ്രശ്നങ്ങളിൽ മനസ്സ് തകർന്ന് മനസ്സ് നുറുങ്ങി വേദനകളിലായിരിക്കുന്നവർ, ആശ്വാസപ്രദനായ യേശു പരിശുദ്ധാത്മാവിനെ അയച്ച് ആ ഹൃദയങ്ങളിൽ അതിഭയങ്കരമായൊരു ആശ്വാസത്തെ കർത്താവ് നൽകുന്ന ഒരു സമയമാണ്. ഇൻ ജീസസ് നെയിം, താങ്ക് യു ലോർഡ്. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പഴുപ്പ് ബാധിച്ച ചിലരെ, ഉണങ്ങാത്ത മുറിവുകൾ,
എത്ര ട്രീറ്റ് ചെയ്തിട്ട് ഉണങ്ങാത്ത മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങട്ടെ. അതുപോലെ അമിതമായ രോമ വളർച്ചയുള്ള ചില കുട്ടികൾ, ചില പെൺകുട്ടികൾ പ്രത്യേകിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ആ ഹോർമോണൽ പ്രോബ്ലം മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്നൊരു വിടുതൽ അവർക്ക് ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തലമുടി നന്നായി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെയും കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകി അനുഗ്രഹിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. കരളിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. യൂറിനറി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. ജോയിൻറ്റുകളിലുള്ള വേദനകൾ മാറട്ടെ. ഭയങ്കരമായ മാരകമായ ചില രോഗങ്ങൾ ബാധിച്ച ചില വ്യക്തികളെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കി. താങ്ക് യു ലോർഡ്. കർത്താവ് ഓരോരുത്തരെയും തൊടുന്നതിനാൽ നന്ദി പറയുന്നു. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെ കർത്താവ് ഈ സമയത്ത് തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കർത്താവ് പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിൽ ഇപ്പോൾ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ തന്നെ കൈനീട്ടി ഒരു വിടുതൽ സ്വീകരിക്കുക. ഏത് വിഷയത്തിലും കർത്താവ് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. നാളത്തെ പ്രോഗ്രാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റിലൂടെ സ്വന്തമാക്കാം. മാത്രമല്ല, ഈ ആഴ്ചയുടെ അവസാനം നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോഴും നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.